നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് സംബന്ധിച്ച് ബിജെപിയിൽ രണ്ടഭിപ്രായം. ഒരു വിഭാഗം പ്രശാന്ത് ശിവനെയും മറുവിഭാഗം പ്രമീള ശശിധരനെയും പിന്തുണയ്ക്കുന്നു. പ്രമീള ശശിധരനെതിരെ ഒരു വ്യാപാരി 2025 ജൂലൈയിൽ അയച്ച പരാതി വീണ്ടും നേതൃത്വത്തിന് മുന്നിൽ വന്നത് ഭിന്നാഭിപ്രായത്തിന്റെ ഭാഗമെന്നാണ് വിലയിരുത്തൽ. ഗോകുൽ വി എസ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഗോകുൽ, പ്രമീള ശശിധരൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പാലക്കാട്ടാണെങ്കിലേ മത്സരിക്കുന്നുള്ളൂ, പാലക്കാട്ടുള്ളവർക്ക് മാത്രമേ തന്നെ അറിയുള്ളൂ എന്ന കാര്യമൊക്കെ പ്രമീള പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു പരാതി നേതൃത്വത്തിന്റെ മുന്നിൽ വരുമ്പോൾ ഇതൊരു തിരിച്ചടിയാവില്ലേ പ്രമീളയ്ക്ക്? അതായത് 2025 ഈ പരാതി വന്നിരുന്നത്. അത് അവർ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്തെ പരാതിയാണ്. ഈ ഒരു ബിൽഡിംഗ് പെർമിറ്റ് സംബന്ധിച്ച തർക്കമാണ് ഈ പരാതിയുടെ കാരണം. പക്ഷേ അത് വീണ്ടും ഇപ്പോൾ നേതൃത്വത്തിന് മുന്നിൽ വരികയാണ്. അതിന് പ്രധാന കാരണം ഇപ്പോൾ പാലക്കാട് നിയമസഭാ സീറ്റ് സംബന്ധിച്ച് പാർട്ടിക്കുള്ളിൽ രണ്ടഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, പ്രശാന്ത് ശിവനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരു വിഭാഗവും, അതല്ല പ്രമീള ശശിധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് മറ്റൊരു വിഭാഗവും തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. ആ രീതിയിലുള്ള ചില അഭിപ്രായ ഭിന്നതകൾ പാർട്ടിക്കുള്ളിലുണ്ട്. സർവേയിൽ പ്രശാന്ത് ശിവന്റെയും അതോടൊപ്പം തന്നെ പ്രമീള ശശിധരന്റെ പേരും ഉയർന്നു വന്നിരുന്നു. അതേസമയം തന്നെയാണ് ആ പേര്, പ്രമീള ശശിധരന്റെ പേര് വന്നതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി കൂടി സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നിലേക്ക് വരുന്നത്. സ്വാഭാവികമായും അതൊരു പക്ഷേ പ്രമീള ശശിധരൻ തിരിച്ചടിയാകാനുള്ള സാധ്യതകളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഇത്തരത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വരുന്ന ചില പരാതികളായും സംസ്ഥാന നേതൃത്വം വിലയിരുത്താനും ഇടയുണ്ട്.